ഇപ്പം പിന്നെ ഇസ്ലാം എന്ന് പറയുന്നത് പൊതുവേ ഒരു ദേശവിരുദ്ധരെന്നുള്ള ഒരു ചിത്രീകരണം നിലവിൽ ഓൾറെഡി ഉണ്ട്. അതിൽ സത്യം 99% സത്യമാണ് താനും. പക്ഷെ ക്രിസ്ത്യാനികൾ ദേശീയതയുടെ കൂടെയാണ് എന്ന ധ്വനിയാണ് അവർ ഇപ്പം നിലവിൽ പതുക്കെ ഇങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചരിത്രം പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഇസ്ലാമിനേക്കാൾ കൂടുതൽ ഹിന്ദുവിനും ഇന്ത്യക്കും ആപത്തായിരുന്നു, ഇനിയും ആപത്തായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് 450 കൊല്ലം മുമ്പേ തുടങ്ങിയത്. അതിനു മുമ്പുള്ള ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് വെറും കള്ളങ്ങളാണ്. ഈ തോമസ് ലീഹ എന്നൊക്കെ പറയുന്നത് വെറും കള്ളങ്ങളാണ്. ഇവർ 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് പിന്നെ സിറിയയിൽ ഇസ്ലാമിക ആക്രമണം വന്നപ്പോൾ അന്ന് അവിടെ ഓടി വന്ന ആൾക്കാരാണ് ഇവര്. ഇവിടെയും പിന്നെ എന്തുവാ ശ്രീലങ്കയിലെ അനുരാധപുരത്തും 2 സ്ഥലത്ത് 2 ഷിപ്പിലാണ് ഇവർ വന്നത്. ആ വന്ന ആൾക്കാർ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾ അവർ ജീവിച്ചു. തദ്ദേശീയരുമായിട്ട് മിങ്കിൾ ചെയ്ത് തന്നെ ജീവിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലും കല്യാണങ്ങളൊക്കെ നടന്നിട്ടുമുണ്ട്. കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവർ കുരിശിന്റെ ആരാധന ഇവരുടെ ഇപ്പം അന്ന് വന്ന് കയറിയപ്പോൾ ഇവർ ക്രിസ്ത്യാനികളല്ലായിരുന്നു, മാനിക്കേയ മതക്കാരായിരുന്നു. ആ മാനിക്കേയ മതക്കാരായിരുന്നപ്പോൾ മാനിക്കേയ മതത്തിലും കുരിശാണ് ആരാധന വിഷയം. അപ്പോൾ ആ കുരിശ് ഇവർ ആരാധിക്കുന്നുണ്ടായിരുന്നു. ആ കുരിശിന്റെ ആരാധന കണ്ടപ്പോഴത്തേക്ക് ഇവിടെ വന്ന് കയറിയതിൻ്റെ പിന്നെ പിന്നെ എന്തുവാ AD 1500 1400കളുടെ ഏറ്റവും അവസാനം ഇവിടെ എത്തിയ പറങ്കികള് ഈ പിന്നെ കുരിശ് വെച്ച് ആരാധിക്കുന്ന ഇവരെ കണ്ടിട്ട് ക്രിസ്ത്യാനികളാണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു. പിന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, നിങ്ങൾ ശരിക്കും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട് ഇവരെ അങ്ങോട്ട് മാർക്കം കൂട്ടി. അങ്ങനെയാണ് കേരളത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ഉണ്ടായത് തന്നെ. വെറും 450 കൊല്ലം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ എത്ര പുരാതനമായ പിന്നെ ക്രിസ്ത്യൻ കുടുംബത്തിന്റെ ഇവരുടെ വലിയ ഇതുണ്ടല്ലോ, കുടുംബ ചരിത്രമൊക്കെ എടുത്ത് വീശുന്നത്. എല്ലാം ഒരൊറ്റ കുടുംബം പോലും 450 കൊല്ലത്തിന് പുറകോട്ടുള്ള ഒരു ഹിസ്റ്ററി ഇല്ല, ഒരാൾക്കും ഇല്ല. അതിന്റെ കാരണമാണ് ഈ പറഞ്ഞത്. ഇവര് ക്രിസ്ത്യാനികൾ ആയത് പറങ്കികൾ മാർക്കം കൂട്ടിയിട്ടായ ടീംസാണ്. അപ്പോ അന്ന് പിന്നെ പറങ്കികൾ ആയിരുന്നു ഇവർക്ക് ദൈവം പോലെ ഉണ്ടായിരുന്നത്. അന്ന് പറങ്കികളുടെ കൂട്ടത്തിൽ കൂടി. അത് കഴിഞ്ഞ് പറങ്കികളെ തോപ്പിച്ചിട്ട് ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ അവരുടെ ഏറാമൂളികളായിട്ട് ഇവർ കൂടി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ കൂടിയിട്ടാണ് ഇവർ ഇത്രയധികം വളർന്നത്. അന്ന് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഈ ക്രിസ്ത്യനായി മാറിയ ആൾക്കാർക്ക് അവർ ചെയ്തു കൊടുത്തു. കാരണം എന്നാ, പിന്നെ അവരുടെ ഒരു ചാരന്മാരെ പോലെയായിരുന്നു ഇവരിവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സമയത്ത് പിന്നെ മഹാത്മാഗാന്ധിയും ടീമും എല്ലാം കൂടെ കേരളത്തിലേക്ക് വന്നിട്ട് പിന്നെ ഈ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന സമയത്ത് പിന്നെ ഈ തൃശ്ശൂർ ലഹള എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പൊ ആ ഒരു സമയത്ത് ഈ പിന്നെ മുസ്ലിങ്ങളും പിന്നെ കോൺഗ്രസും കൂടെ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയും, ഇവർ തമ്മിൽ ജോയിൻ ആയിട്ട് പ്രവർത്തിക്കുന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് അത് തെറ്റിക്കണം എന്നും പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികൾക്ക് ഓർഡർ കൊടുത്തു. അങ്ങനെ ഈ ഖിലാഫത്ത് മൂവ്മെന്റുകാരും ഈ കോൺഗ്രസ്സുകാരും തമ്മിൽ ഉണ്ടായിരുന്ന 2 പിന്നെ മീറ്റിങ്ങുകൾ ആണ് പ്രധാനമായിട്ട് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് കോഴിക്കോടും പിന്നൊന്ന് തൃശ്ശൂരുമായിരുന്നു. ആ കോഴിക്കോടത്തെ മീറ്റിംഗ് അത്യാവശ്യം നന്നായിട്ട് നടന്നപ്പോഴത്തേക്ക് ഈ ബ്രിട്ടീഷുകാർക്ക് പേടി വന്നു, ഇനി എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവരുടെ ഏറാമൂളികളായ ക്രിസ്ത്യാനികളെ, തൃശ്ശൂരിൻ്റെയും പരിസരത്തുള്ള ക്രിസ്ത്യാനികളോട് പറഞ്ഞ് നിങ്ങൾ പിന്നെ തൃശ്ശൂർ നടക്കാൻ പോകുന്ന യോഗം, അത് വലിയ യോഗമായിരുന്നു, അത് കലക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ക്രിസ്ത്യാനികൾ ഈ യോഗം കലക്കി. അതാണ് ചരിത്രം. അവര് യോഗം പിന്നെ തലേദിവസം തന്നെ ഭയങ്കര വലിയ പന്തലും കുറെ കസേരയും കാര്യങ്ങളും ഒക്കെ ഇട്ട് അവിടെ പോയിട്ട് ഇവര് പിന്നെ 100 കണക്കിന് ക്രിസ്ത്യാനികൾ അവിടെ ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ മുഴുവൻ അപ്പിയിട്ട് വെച്ചു. ഈ കസേരകളിലൊക്കെ അതെടുത്ത് വാരി തേച്ചു. ഇത് ചരിത്രമാണ്, ഞാൻ വെറുതെ പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പിന്നെ തൃശ്ശൂർ ലഹള എന്നും പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ നോക്കുക, മലയാളത്തിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതേ സൈറ്റിലേക്ക് തന്നെ നിങ്ങൾ പോകും. അങ്ങനെയുള്ള കുറെ തെളിവുകളുണ്ട് അതിനകത്ത്. അപ്പോൾ എന്നിട്ട് പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആൾക്കാർ വന്നിട്ട് അതൊന്ന് അത്യാവശ്യം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സംഭവം ഒന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ഇവർ പോയിട്ട് അവിടെ അടിയും ബഹളം ഉണ്ടാക്കി. അപ്പം തുടക്കം മുതലേ അടിയും ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പിന്നെ ആ യോഗം അങ്ങോട്ട് കലങ്ങി. ഇതിന് പ്രതികാരമായിട്ട് കോൺഗ്രസ്സുകാരും പിന്നെ ഈ നമ്മുടെ ഈ ഖിലാഫത്ത് മൂവ്മെന്റുകാരും ആൾക്കാരെ ഇറക്കി. ഈ പിന്നെ മലപ്പുറം ഭാഗത്തുനിന്ന് നല്ല ഒന്നാന്തര തടിമെടുക്കുള്ള കാക്കാമാര് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു, തൃശ്ശൂർക്ക്, യവന്മാരെ അടിച്ചു ഒതുക്കാൻ വേണ്ടിയിട്ട്. യവന്മാർ വരുമെന്ന് കണ്ട് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ വിവരം അറിഞ്ഞിട്ട് ആ തൃശ്ശൂരിൻ്റെയും പരിസരത്തുണ്ടായിരുന്ന സർവ്വ അച്ചായന്മാരും കെട്ടുമുറുക്കി ഓടി.
ഇതാണ് ചരിത്രം, ഇതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. ഈ എന്താ പറയണ്ടേ, ഈ നമ്പർ 2 പരിപാടികളല്ലാതെ ചങ്കുറപ്പോടെ നേരിട്ട് നിന്നിട്ടുള്ള ഒരൊറ്റ ഹിസ്റ്ററി പോലും ഈ ക്രിസ്ത്യന്റെ മൊത്തം ചരിത്രത്തിലും ഇല്ല. അപ്പോൾ അതാണ് തൃശ്ശൂർ ലഹള എന്ന് പറഞ്ഞത്. അതൊന്ന്. അതല്ലാതെ ഈ പിന്നെ അതിന് അതേ സമയത്ത് തന്നെ അല്ല, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ത്യ സ്വതന്ത്രമായപ്പോഴത്തേക്കും തിരുവിതാംകൂർ രാജവംശം, തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം ഈ യൂണിയനുമായിട്ട് ചേരാതെ നിന്നു. ഈ ചേരാതെ നിന്നപ്പോഴത്തേക്ക് ഈ കേരളത്തിലുണ്ടായിരുന്ന അന്നത്തെ 4 ബിഷപ്പുമാര്, അപ്പം തിരുവിതാംകൂറിന്റെ അന്നത്തെ എന്തുവാ നമ്മുടെ ദിവാൻ എന്ന് പറയുന്നത് സർ CP എന്ന് പറയുന്ന അയാളായിരുന്നു, സർ CP രാമസ്വാമി അയ്യർ. ഈ സർ CPയുടെ തീരുമാനമായിരുന്നു തിരുവിതാംകൂർ രാജവംശം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കേണ്ട എന്നുള്ളത്. ആ തീരുമാനമെടുത്തതിന് ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ട് ജീവിച്ച ഇവർക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ശത്രുവിനെ പോലെ ഇവർ കണക്കാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലേക്ക് തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം ചേരാതിരുന്നത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവര് 4 ബിഷപ്പുമാര് ഒരുമിച്ച് പോയി, കുറെ ബാക്കിയുള്ള ടീംസ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ട് സർ CPക്ക് പട്ടും വളയും കൊടുത്തൊരു ചരിത്രമുണ്ട് കേരളത്തിന്. അറിയാത്തവരാണെങ്കിൽ നിങ്ങളത് അറിയണം. അങ്ങനെയൊക്കെയാണ് ഇവന്മാര് ഈ ഇന്ത്യയെ ഇങ്ങനെ വിഴുങ്ങി. ആ ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതും പോട്ട് ഇനിയുണ്ട്. ഇന്ത്യ വിഭജനം നടക്കുന്ന സമയത്ത് 48 എന്ന് പറഞ്ഞിട്ട് അതിന്റെ തീരുമാനം എടുക്കണമല്ലോ, ഇന്ത്യ വിഭജിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം വരുന്ന സമയമായപ്പോഴത്തേക്ക് അന്നുണ്ടായിരുന്ന പാർലമെന്റ്, അതായത് ബ്രിട്ടീഷ് മേൽനോട്ടത്തിലുള്ള പാർലമെന്റിൽ മൊത്തം 48 വോട്ടുകളാണ് 2 സൈഡിനും കിട്ടിയത് ഇതിന്റെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വോട്ട് അപ്പുറത്ത് വീണാൽ വിഭജനം ഇല്ല, ഒരു വോട്ട് ഇപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ വിഭജനമില്ല. ആ ഒരു വോട്ട് ആരുടെ ആയിരുന്നു അറിയാവോ? അത് ക്രിസ്ത്യാനിയുടെ ആയിരുന്നു. ആ ക്രിസ്ത്യാനി എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭജിക്കണം എന്നും പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഭാഗത്തേക്ക് വോട്ട് ചെയ്തു. ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടാവുന്ന ചരിത്രങ്ങളാണ്. ഇതിന്റെ ആൾക്കാരുടെ പേരും വർഷവും കൃത്യമായിട്ടുള്ള എവിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് തപ്പിയെടുത്തിട്ട് ഞാൻ ഇപ്പം തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. ഞാൻ പറയുന്ന ഓരോ വാക്കിനും ഞാൻ ലയബിളാണ്, ഞാനത് പ്രൂവ് ചെയ്യാൻ റെഡിയുമാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യ വിഭജനത്തിനുള്ള മൂലകാരണം എന്നല്ല ഞാൻ പറയുന്നത്, ഇന്ത്യ വിഭജനത്തിനുള്ള എന്താ പറയണ്ടേ, ഒരു കിങ് പിൻ ആയിരുന്നു ഈ ക്രിസ്ത്യൻ വോട്ട് എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അപ്പം അത് രാജ്യസ്നേഹമായിരുന്നു. അപ്പൊ രാജ്യസ്നേഹവും ക്രിസ്ത്യാനികളുമായിട്ട് എത്രയോ കാതം അകലത്തിലാണുള്ളത്. അപ്പം ഓക്കെ, ബാക്കി ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം.